നമ്മുടെ പുത്രിക്ക് അനുരൂപനായ ഒരു വരണം ലഭിച്ചാൽ ഈ ഭരണഭാരം കൈയൊഴിയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എനിക്കിപ്പോൾ വിവാഹം വേണ്ടച്ച. അച്ഛന്റെ കണ്ണ് തെളിയുമെങ്കിൽ അന്ന് ഞാൻ മംഗല്യം ധരിച്ച് അനുഗ്രഹത്തിനായി അവിടുത്തെ മുന്നിൽ നിൽക്കും. ഒന്ന് തമ്പുരാനെ, ഈ മംഗളദിനത്തിൽ ഒരു സന്തോഷ വാർത്ത അടിയൻ ഉണർത്തിക്കാനുണ്ട്. പറയൂ ശേഷയ്യ. നഗരാതിർത്തിക്ക് വടക്ക് നാഗക്ഷേത്രത്തിൽ ഒരു ലാടസിദ്ധൻ ഉപാസനയ്ക്കായി എത്തിയിട്ടുണ്ട്. ലാടസിദ്ധനോ? അതേ തമ്പുരാനെ, അദ്ദേഹത്തിന് അത്ഭുതകരമായ സിദ്ധികളുണ്ടെന്നാണ് കേൾവി. തൃക്കണ്ണുകൾ അദ്ദേഹത്തെ ഒന്ന് കാണിച്ചാൽ കാഴ്ച ലഭിച്ചു എന്ന് വരും. അങ്ങനെയോ? എങ്കിൽ ഞാൻ തന്നെ പോയി ആ മഹാസിദ്ധനെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ അനുമതി തരണം. കാഴ്ച ലഭിക്കാനായി മനുഷ്യസാധ്യമായതൊക്കെ നാം ചെയ്തു. പിന്നെ ഈ ലാടസിദ്ധനെ കൊണ്ടുവന്നിട്ട് എന്ത് സാധിക്കാനാണ്? വീരഭദ്ര, ആ സിദ്ധന് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച തരാൻ കഴിയില്ലെന്ന് ആര് കണ്ടു? എങ്കിൽ കൊച്ചുതമ്പുരാട്ടിയുടെ തുണയ്ക്ക് അടിയും കൂടെ പോകാം. വേണ്ട, വീരഭദ്രൻ രാജ്യകാര്യങ്ങളുമായി കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞാൽ മതി. വഴിക്ക് വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ? വീരഭദ്ര, ഞാൻ നാഗമടുത്ത് തമ്പുരാട്ടിയാണ്. അച്ഛാ, എനിക്ക് യാത്രാനുമതി തന്നാലും. പോയി വരുമകളെ. കൊച്ചുതമ്പുരാട്ടി തൃക്കൈ കൊണ്ട് മുറിവ് വെച്ച് കെട്ടി തന്നില്ലേ? ഇതിൽ കവിഞ്ഞൊരു ഭാഗ്യം കിട്ടാനുണ്ടോ? ആരാണെന്ന് പറഞ്ഞില്ല. ഉന്നതമ്പുരാന്റെ പ്രജകളിൽ ഒരുവനാണ് ഞാൻ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ വരട്ടെ. കൊട്ടാര പരിസരം വരെ അടിയൻ നാനിയാത്ര ചെയ്യാം. അത് വേണമെന്നില്ല. പോരട്ടെ, യാത്ര തിരിച്ചപ്പോഴേ ശകുനം ശരിയായിരുന്നില്ല. തമ്പുരാനെ, അങ്ങ് എപ്പോഴെങ്കിലും സർപ്പത്തെ നിഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. സതി കുഞ്ഞായിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. അന്ന് അങ്ങയുടെ വാൾ നിരയായത് കൊച്ചുതമ്പുരാട്ടിയുടെ രക്ഷയ്ക്ക് വന്ന വരനാഗമാണ്. നാം അറിയാതെ അങ്ങന്റെ പാതകം ചെയ്തു പോയി. എന്ത് പ്രതിവിധിയാണ് അതിന് ചെയ്യേണ്ടത്? നാഗമാണിക്യത്തിന്റെ പ്രകാശം ഈ കണ്ണുകളിൽ പതിച്ചാൽ കാഴ്ച ലഭിച്ചേക്കുമെന്നാണ് എന്റെ വിശ്വാസം. നാഗമാണിക്യം അങ്ങനെയൊന്നും ഈ ലോകത്തുണ്ടോ? ഉണ്ട്. ഒരു തുള്ളി വെള്ളം ചിപ്പിയുടെ ഹൃദയത്തിൽ മുത്തായി തീരുന്നത് പോലെ മണ്ണിൽ പതിക്കുന്ന സർപ്പവിഷം പ്രകൃതിയുടെ മാറ്റങ്ങളിലൂടെ നാഗമാണിക്യമായി തീരുമെന്നാണ് പറയപ്പെടുന്നത്. അത് കണ്ടെത്താൻ എന്താണ് മാർഗം? നാഗങ്ങൾ അധിവസിക്കുന്ന കൊടുങ്കാടുകളിൽ തിരയുക. ഭാഗ്യമുണ്ടെങ്കിൽ ലഭിക്കും. ഇന്നോളം ആരും കണ്ടിട്ടില്ലാത്ത നാഗമാണിക്യം തേടി കാട്ടിൽ പോകാൻ ആര് ധൈര്യപ്പെടും? അച്ഛാ, പ്രജാവത്സരനായ അങ്ങേക്ക് കാഴ്ച ലഭിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. നാഗമാണിക്യം കൊണ്ടുവരുന്നവർക്ക് ചോദിക്കുന്ന സമ്മാനം കൊടുക്കാമെന്ന് വിളംബരം ചെയ്യും. തീർച്ചയായും നാഗമാണിക്യം ലഭിക്കും. തമ്പുരാനെ, ഏറ്റവും ഉചിതമായ ഒരു മാർഗമാണ് കൊച്ചുതമ്പുരാട്ടി നിർദ്ദേശിച്ചത്. ശേഷയ്യ, അടിയൻ ഇന്ന് തന്നെ രാജ്യമൊട്ടാകെ ഈ വിവരം വിളംബരം ചെയ്യൂ. പൊന്നുതമ്പുരാന്റെ തൃക്കൈ വിളയാടിയ വിളംബരത്തിലൂടെ അറിയിക്കുന്നുണ്ടെന്നാൽ നാഗമാണിക്യം കൊണ്ടുവന്ന് പൊന്നുതമ്പുരാന്റെ തൃക്കണ്ണുകൾക്ക് കാഴ്ച നൽകുന്നവർ ആരായിരുന്നാലും അവർ ഈ രാജ്യത്തുള്ള എന്ത് ചോദിച്ചാലും സമ്മാനമായി നൽകുന്നതായിരിക്കും. നാഗമാണിക്യമല്ല, ഗരുഡമാണിക്യം കൊണ്ടുവന്നാലും പൊന്നുതമ്പുരാന്റെ കാഴ്ച കിട്ടാൻ അവൻ സമ്മതിക്കുകയല്ല. ആരും? പടത്തലവൻ വീരഭദ്രൻ. അതെന്താ? പൊന്നുതമ്പുരാനെ ഒതുക്കിയിട്ട് സിംഹാസനം തട്ടിയെടുക്കാനാണ് അവന്റെ നോട്ടം. പാവൻ തമ്പുരാനാണെങ്കിൽ കണ്ണും കണ്ടൂടാ. ഒരവകാശമുള്ളത് പെണ്ണും. നിങ്ങളാരാ? ഞാൻ ദേവദത്തൻ. ഇവിടെ അടുത്താ താമസം. നമ്മൾ എന്റെ പേര് ജയദേവൻ. അല്പം ദൂരത്തുനിന്ന് വരികയാണ്. ഒന്ന് വിശ്രമിക്കാൻ സൗകര്യം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. അത്രേ ഉള്ളൂ. എന്റെ കൂടെ വരും. പൊന്നുതമ്പുരാന്റെ തൃക്കൈ വിളയാടാതെ ചുമത്തിയിരിക്കുന്ന കരമാണ്. അതുകൊണ്ട് ഒറ്റ കർഷകനും ഒരു മണി നെല്ലോ ഒരു പുത്തനോ തരത്തിലെന്നാണ് പറയുന്നത്. എല്ലാ കർഷകരെയും നീ കണ്ടോ? എല്ലാ പ്രധാനികളെയും കണ്ടു. അറപ്പുരയ്ക്കൽ മൂപ്പിൽ നായരെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കർഷകരെല്ലാരും കൂടി ഞങ്ങളെ വാരിക്കളഞ്ഞു. ശരി, അവന്മാരോട് കരം പിരിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ക്ഷമിക്കണം, കൊച്ചുതമ്പുരാട്ടിയുടെ കിടപ്പറയാണെന്ന് അറിഞ്ഞില്ല. ഒരു ഏറ്റുമുട്ടലിനിടയിൽ അബദ്ധത്തിൽ ഇവിടെ കടന്നുപോയതാണ്. അസമയത്ത് ഈ അന്തഃപുരത്തിൽ കിടക്കുന്ന അന്യപുരുഷനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? എന്ത് ശിക്ഷ കൽപ്പിച്ചാലും സ്വീകരിക്കാൻ തയ്യാറാണ്. എങ്കിൽ വരൂ.
ഇരിക്കൂ. ഇരിക്കാൻ. ഈ കഠാര ഞാൻ നെഞ്ചിൽ കുത്തിയിറക്കിയാൽ കൊച്ചുതമ്പുരാട്ടി മരിക്കും. ആ നെഞ്ചിൽ കുത്തിയിറക്കിയാൽ എന്നാ ചോദിച്ചത്. കൊച്ചുതമ്പുരാട്ടി മരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെ? അന്ന് കോട്ടവാതിക്കൽ നിന്നും യാത്ര പറഞ്ഞത് മുതൽ കൊച്ചുതമ്പുരാട്ടി എന്റെ നെഞ്ചിൽ കുടിയിരിക്കുകയാണ്. അപ്പോ കുത്തേൽക്കുന്നത് ആർക്കായിരിക്കും? അന്തഃപുരത്തിൽ കടന്നതോ തെറ്റ്. അതിനേക്കാൾ വലിയ അവിവേകമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സത്യം മറച്ചു പിടിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കൊച്ചുതമ്പുരാട്ടിയുടെ സ്ഥിതിയും അതുതന്നെയാണ്. ഊർമിളെ, പോയി പാല് കൊണ്ടുവരൂ. അമൃതത്തെ കഴിഞ്ഞതല്ലേ? എനിക്കല്ല, പിന്നെ പോയി പാല് കൊണ്ടുവരാനാ പറഞ്ഞത്. ഇരിക്കൂ. നിൽക്കൂ. നിങ്ങൾ അന്തപ്പുറത്തിൽ കയറണ്ട. മറ്റുള്ള മുറിയിൽ കയറി നോക്കൂ. അവന് വിടരുത്. എവിടെ എവിടെ? ആ പാദത്തിന്റെ അടി, ആ ചുവരിന്റെ ഇടയിൽ കയറിപ്പോയി. ഓട്ടെ. നിൽക്കൂ. അനുവാദം കൂടാതെ ഈ അസമയത്ത് അന്തഃപുരത്തിനകത്ത് എന്തിനു വന്നു? കൊട്ടാര വളപ്പിൽ കടന്ന് ഭടന്മാരുമായി ഏറ്റുമുട്ടിയ ഒരു തെമ്മാടി ഇവിടെ ഏതോ മുറിയിൽ ഓടിക്കയറി. അവന് തിരഞ്ഞു വന്നതാണ്. ഇവിടെ ആരും വന്നില്ല. ഇവിടെ ഇവിടെ വിളിച്ചിരിപ്പുണ്ടെങ്കിലോ? സതിക്ക് അപകടം സംഭവിക്കാതെ സൂക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അത് ശരിയാ. ആട്ടെ, അങ്ങ് എപ്പോഴാണ് പോകുന്നത്? ഇവിടെ നിന്നോ? അല്ല, നാഗമാണിക്യം കൊണ്ടുവരാൻ. നമുക്ക് മാത്രമേ അതിന് കഴിയൂ എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ നാം പോയാൽ നാടിന്റെ ഗതി എന്താകും? നാളെ സ്വരൂപം നിലനിർത്തേണ്ടത് നാം ആയിരിക്കണമെന്നാണ് തമ്പുരാന്റെ ആഗ്രഹം. വാക്കിനുള്ള വീര്യം വാള വീശുമ്പോഴുമുണ്ടോ? സതി എന്താ അങ്ങനെ ചോദിച്ചത്? ശക്തനായ ഒരു എതിരാളി വന്നാൽ വാൾ ഉപേക്ഷിച്ചിട്ട് ഓടിക്കളയുമെന്ന് തോന്നി. ഉം? ഇത് എന്റേത്. ഇതിനു മുൻപൂടെ കണ്ടിട്ടില്ല. പടത്തലാൻ കാണാത്ത പലതുമുണ്ട് ഇവിടെ. നല്ല ഭംഗിയുള്ള കഠാര. കഠാര കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതായിരുന്നാൽ മാത്രം പോരാ, മൂർച്ചയും വേണം. കുത്താനുള്ള കരുത്തും കഴിവും കരങ്ങൾക്കും ഉണ്ടാവണം. പോവുകയല്ലേ? ഈ കിടപ്പറ ഞാനും പങ്കുവെക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഈ തൽപ്പത്തിൽ കിടക്കുന്നത് സതിയായിരിക്കില്ല. അടിയും ഭയന്നുപോയി. നീ തേളുന്ന ശബ്ദമുണ്ടാക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. പാവം, യാത്ര പറയാൻ പോലും തരപ്പെടാതെ വന്ന വഴിയെ അദ്ദേഹം പോയി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നാളെ എനിക്ക് പൊന്നു തമ്പുരാനെ ഒന്ന് മുഖം കാണിക്കണം. എന്റെ കഠാര മുഖം കാണിക്കാൻ കഠാര എന്തിനാ? എന്തിനാണെന്ന് നാളെ രാജ്യകാര്യാലയത്തിൽ വെച്ച് കാണാം. ഊർമിളെ, ആ കഠാര ഇങ്ങെടുക്ക്. ഞാൻ വരട്ടെ. നമുക്ക് ഇനിയും കാണാം. സൂക്ഷിച്ചു പോന്നേ. നാടുവാഴും പൊന്നുതമ്പുരാന് പ്രണാമം. ശേഷയ്യ, അടിയാൻ ആരുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്? പൊന്നു തമ്പുരാനെ, അവിടത്തെ മുഖം കാണിക്കാൻ വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരനാണ് കൊച്ചു തമ്പുരാട്ടിയെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചത്. വളരെ സന്തോഷം. നിന്റെ മുഖം കണ്ട് നിന്നെ അഭിനന്ദിക്കാൻ കഴിയാത്തതിൽ നമുക്ക് ദുഃഖമുണ്ട്. വത്സ, നീ ആരാണ്? ഈ സ്വരൂപത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച് മണ്ണാർക്കാവ് മാടമ്പിയുടെ പുത്രൻ ജയദേവനാണ് അടിയൻ.
മണ്ണാർക്കാവ് മാടമ്പിയുടെ മകനോ? അതേ തമ്പുരാനെ, പണ്ട് അങ്ങ് അടിയന്റെ അച്ഛന് കൽപ്പിച്ച് സമ്മാനിച്ച കഠാരയാണിത്. പൊന്നു തമ്പുരാനെ, അതേ കഠാര പഴക്കളത്തിൽ വെച്ച് നമ്മുടെ ജീവൻ രക്ഷിച്ചതിന് അന്ന് നാം സമ്മാനിച്ച കഠാര. മണ്ണാർക്കാട് മാടമ്പിയുടെ കുടുംബം ചുറ്റി ചാമ്പലാക്കാൻ കൽപ്പിച്ചതായി പക്ഷേ മണ്ണാർക്കാവ് മാടമ്പിയെ നാം തെറ്റിദ്ധരിച്ചു. ആ കുടുംബത്തെ നാം നാമാവിശേഷമാക്കി. ഇല്ല തമ്പുരാനെ, ഇളയുടെ മണ്ണ് അടിയനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി വളർത്തി ആയുധാഭ്യാസം ചെയ്യിച്ചു. ഇനിയുള്ള കാലം അങ്ങയെ സേവിച്ച് കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തണമെന്നാണ് അടിയന്റെ ആഗ്രഹം. ഇന്നു മുതൽ നമ്മുടെ ഒന്നാം പടയുടെ നായകനായി നിന്നെ നാം നിയമിച്ചിരിക്കുന്നു. തമ്പുരാനെ, വർഷങ്ങളെ അവിടത്തെ സേവിച്ചു കഴിയുന്ന അടിയനെ പിന്തള്ളിക്കൊണ്ട് ഈ പദവി ജയദേവന് നൽകുന്നതിൽ അടിയന് പ്രതിഷേധമുണ്ട്. വീരഭദ്ര, നിന്റെ അച്ഛൻ ഇരുവക്കുട്ടിയെ വിരോധത്തിന് നിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നമുക്ക് വാളിനിരയാക്കാമായിരുന്നു. പക്ഷേ നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചുകൊണ്ടാണ് നിന്നെ വളർത്തിയെടുത്ത് ഈ പദവിയിലെത്തിച്ചത്. മണ്ണാർക്കാവ് മാടമ്പിയോട് നാം ചെയ്ത പാതകത്തിന് പരിഹാരമായിട്ടെങ്കിലും ജയദേവനെ പടത്തലവനാക്കിയേ പറ്റൂ. ശേഷയ്യ, അടിയൻ നാളെ തന്നെ ജയദേവൻ ഉദ്യോഗത്തിൽ പ്രവേശിക്കട്ടെ. അടിയൻ അടിയന്റെ അപേക്ഷയുണ്ട്. പറയൂ. അവിടുത്തെ തൃക്കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാനായി നാഗമാണിക്യം പ്രതിവിധിയെ നിർദ്ദേശിച്ചിരിക്കുകയാണല്ലോ. അത് തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കാഴ്ച തെളിയിച്ച ശേഷമേ അടിയൻ ഈ പദവി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജയദേവ, നീ മണ്ണാർക്കാവ് മാടമ്പിയുടെ മകൻ തന്നെ. നിന്റെ അപേക്ഷ നോം അനുവദിച്ചിരിക്കുന്നു. ഇനി വിടകൊള്ളാൻ അടിയൻ അനുമതി തന്നാലും. പോയി വിജയിച്ചു വരൂ. ഈ അസമയത്ത് ഇവിടെ വരണമെന്ന് തൂയോട് കൽപ്പിച്ചയച്ച എന്തിനാണാവൂ? കാണാൻ, അഭിനന്ദിക്കാൻ. മണ്ണാർക്കാവ് മാടമ്പിയുടെ മകനാണെന്ന് എന്തേ നേരത്തെ പറയുന്നത്? സമയം വരട്ടെ എന്ന് കരുതി. നാഗമാണിക്യം തേടി ഉടൻ പോകുമോ? എത്രയും വേഗം. വിജയിച്ചു വരണം. പരദേവതയും ഒരു കാരണവന്മാരും അനുഗ്രഹിക്കട്ടെ. ആ കഠാര എന്ന് തന്നേക്കൂ. എന്തിന്? ഓർമ്മയ്ക്ക് സൂക്ഷിക്കാൻ. എന്താ കണ്ണു നിറഞ്ഞത്? ഒന്നുമില്ല. കണ്ട നാൾ തൊട്ട് സ്വന്തമാണെന്ന് തോന്നി. ഇനി എന്നാ കാണുക? കരയാതെ. ഇവരെ പിടിച്ച് തൂങ്ങി കളിക്കോ? അരുതേ, അരുതേ. പടത്തലവൻ നിലയ്ക്ക് ഞാൻ നിയമം നടപ്പാക്കുകയാണ്. അന്തപ്പുര പരിസരത്ത് അന്യപുരുഷൻ വരരുതെന്നാണ് നിയമം. ഇവരത് ലംഘിച്ചിരിക്കുന്നു. കൊണ്ടുപോകൂ. കുച്ചുതമ്പുരാട്ടി, ഈ കഠാര ഇടപ്പറയിൽ എങ്ങനെ വന്നുവെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. സേനാനിയന്ത്രി, നിനക്ക് സിംഹാസനത്തിലിരിക്കണം. രാജകുമാരിയെ പരിഗ്രഹിക്കണം.
ഇവനെ അഴിച്ചുകൊണ്ടുപോയി ഇരുട്ടറയിൽ തള്ളു. ആ വിപ്ലവരുടെ കൂട്ടത്തിൽ ഇവനും അവിടെ കിടന്ന് ചാകട്ടെ. ജയദേവ, രാജദ്രോഹം, മാപ്പ് കൊടുക്കാൻ കഴിയാത്ത കൊടിയ കുറ്റം. ഞാനാണച്ച അദ്ദേഹത്തെ കുറിയോല കൊടുത്ത് വിളിപ്പിച്ചത്. തെറ്റ് ഞാനാണച്ച ചെയ്തത്. ശബ്ദിക്കരുത്. അമ്മയില്ലാത്ത നിന്നെ നോം അതിരറ്റ് താലോലിച്ചു. അന്ധനായ നമ്മുടെ വെളിച്ചമാണ് നീ എന്ന് കരുതി. പക്ഷേ നീ നിലമറന്നു. അന്തസ്സും അഭിമാനവും വിട്ടു. ഈ സ്വരൂപത്തിന് തന്നെ തീരാ കളങ്കം വരുത്തി. മൺമറഞ്ഞ മാടമ്പിയോട് നോം ചെയ്ത പിഴയോർത്ത് മകനെ നാം പാലിച്ചു. പക്ഷെ അവൻ നന്ദികേടാണ് കാണിച്ചത്. നാളെ ഉദയത്തിന് മുമ്പ് അവന്റെ ശിരച്ഛേദം ചെയ്യുവാൻ നോം കർത്തവ്യം.